കണ്ണൂർ കോർപ്പറേഷനിലെ UDF മേയർ സ്ഥാനാർത്ഥി പി ഇന്ദിര 24-നൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി മേയറായിരുന്ന പി ഇന്ദിര തൻ്റെ വികസന സ്വപ്നങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. നിയുക്ത കണ്ണൂർ കോർപ്പറേഷൻ മേയർ പി ഇന്ദിര 24-നോടൊപ്പം ചേരുകയാണ്. ചേച്ചി, ഇന്ന് വലിയൊരു നിയോഗം കൂടിയാണ്, വലിയ ഉത്തരവാദിത്തമാണ്. എങ്ങനെയാണ് ഈ ഉത്തരവാദിത്തത്തെ കാണുന്നത്? നല്ല വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. വളരെ സന്തോഷം, അതിലേറെ അഭിമാനവും തോന്നുകയാണ്. കാരണം എൻ്റെ പാർട്ടി എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയണമെന്നുള്ള ഒരു പ്രാർത്ഥനയോടു കൂടിയാണ് തുടക്കത്തിൽ തന്നെ ഞാൻ സുന്ദരേശ്വര ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും നന്നായി കുറച്ച് വർഷങ്ങളായി ഞാൻ കണ്ണൂർ കോർപ്പറേഷനിൽ കൗൺസിലറായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും ഇപ്പം കഴിഞ്ഞ ഡെപ്യൂട്ടി മേയറായിട്ടും സ്ഥാനം വഹിച്ച് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കണ്ണൂരിലെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് നല്ല 56 പേര്, നമ്മൾ 55 പ്ലസ് ഞാൻ ഉൾപ്പെടെ 56 പേരും കൂടി ചേർന്നുകൊണ്ട് ഒത്തൊരുമിച്ച് കണ്ണൂരിൻ്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനത്തിനും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത്. കഴിഞ്ഞ ഭരണസമിതി തുടക്കം കുറിച്ച് കുറേ വികസന പ്രവർത്തനമുണ്ട്. ഇനി ഒരു കണ്ണൂരിൻ്റെ ഒരു വികസനം എങ്ങനെയായിരിക്കണമെന്നാണ് പുതിയ മേയറുടെ ഒരു കാഴ്ചപ്പാട്? അല്ല, നല്ല കഴിഞ്ഞ മേയർമാർ കഴിഞ്ഞ ഭരണസമിതിയിൽ തുടങ്ങി വെച്ച ഒരുപാട് പദ്ധതികളുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു വലിയ കാര്യമാണ് ഒരു നല്ല രീതിയിലുള്ള നഗര സൗന്ദര്യവൽക്കരണം. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നീറുന്ന പ്രശ്നം എന്ന് പറയുന്നത് പയ്യാമ്പല ശ്മശാനമാണ്. ഒരു പ്രാകൃത രീതിയിലുള്ള ശവദാഹം നടത്തുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു ആധുനിക രീതിയിലുള്ള നല്ല ഒരു ശ്മശാനം അവിടെ സ്ഥാപിക്കണം എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഭരണസമിതി തുടങ്ങി വെച്ചിട്ടുണ്ട്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് അത് പൂർത്തീകരിച്ചു. അതോടൊപ്പം സ്റ്റേഡിയം, നല്ല മാതൃകാപരമായിട്ടുള്ള ഒരു സ്റ്റേഡിയം നവീകരിക്കണം. നമ്മുടെ കായിക പ്രേമികൾക്ക് വളരെ ആവേശത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഫുട്ബോൾ അവിടെ ആസ്വദിക്കുകയുണ്ടായി. നല്ലൊരു മത്സരങ്ങൾ കണ്ണൂരിനെ കൊണ്ടുവരുന്നതിന് സാധ്യതയുള്ള നല്ലൊരു സ്റ്റേഡിയം അവിടെ ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ പഴയ ബസ് സ്റ്റാൻഡ്, അതും പഴയ കെട്ടിടം പഴകിക്കൊണ്ടിരിക്കുകയാണ്. അതും പൊളിച്ച് പുതിയ കൺവെൻഷൻ സെൻറ്റർ ഉൾപ്പെടെയുള്ള മൾട്ടിപ്ലക്സ് തിയേറ്റർ, അതോടൊപ്പം തന്നെ ഫുഡ് കോർട്ട്, ഒരു നൈറ്റ് ലൈഫ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നല്ല ഒരു സംവിധാനം കൊണ്ടുവരണം. വാണിജ്യ സ്ഥാപനങ്ങൾ, കാരണം നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് നമ്മുടെ കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനത്തിന് ഭാഗമാകാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. പുതിയ മേയർക്ക് എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.